ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ന്യായന്മാരുടെ പുസ്തകം എന്ന വിഷയത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിപ്പാൻ ദൈവമേ സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹബന്ധങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് മൂന്നാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. മൂന്നാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേക വിഷയം, അല്ലെങ്കിൽ മൂന്നാം അധ്യായം 7 മുതൽ 16-31 വരെയുള്ള കാലഘട്ടം വിവിധ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ മൂന്നാം അധ്യായത്തിൽ പ്രവേശിക്കുക. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കുന്നതിനുമായി യഹോവ ചെന്ന ജാതികളാവിത്. അപ്പോൾ ദൈവം ഇവർ കനാലിലെത്തിയല്ലോ. അവിടെ എല്ലാം സുഭിക്ഷമാണ്, പാലും തന്നെ ഒഴുകുന്ന ദേശമല്ലേ. അവിടെ ഇങ്ങനെ സുഖസമൃദ്ധിയിൽ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ അവിടേക്ക് വന്ന ജനങ്ങൾ, കഴിഞ്ഞ തലമുറകൾ യുദ്ധം ചെയ്ത് പടവെട്ടിലേക്ക് അവിടെ എത്തിയത്. ഇപ്പോൾ ആളുകൾക്ക് കഷ്ടപ്പാടൊന്നും അറിയുന്നില്ല. അപ്പോൾ ദൈവം ചെയ്യുന്ന അറിയാമോ? ദൈവം ചിലരെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്തിനാ അറിയോ? ഇവരെ യുദ്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, പിന്നെ ഇവരെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതികൂലമുള്ള നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, പിറുപിറുക്കൊന്നും വേണ്ട. ആ പ്രശ്നങ്ങളെ കൊണ്ടും ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നുള്ളതാണ്. അല്ലേ? നമ്മെ ചില കാര്യങ്ങൾ പരിശീലിപ്പിക്കുവാനായിട്ട്, നമ്മെ യുദ്ധ സന്നദ്ധരാക്കുവാൻ വേണ്ടിയിട്ടാണ് ചില പ്രശ്നങ്ങൾക്ക് അവിടെ ഉള്ളത്. ഈ ജനത്തെ യുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും, പിന്നെന്തിനാ അവരെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വേണ്ടി ദൈവം കുറച്ച് പേര് സ്റ്റോർ വെച്ചിരിക്കുക. അവരാരൊക്കെയായിരുന്നു? ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, എല്ലാ കനാന്യരും സീദോന്യരും, ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷ അറിയുവാനായിരുന്നു ഇവർ വെച്ചിരുന്നത്. പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ എപ്രകാരമായിരിക്കും? നാം ദൈവനും അനുസരിക്കുമോ? നാം ദൈവത്തോട് പിറുപിറുക്കുമോ എന്നൊക്കെ അറിയാൻ ദൈവം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവർത്തന ദിവസം 8-ാം അധ്യായം 2-ാം വാക്യം കാണുന്നുണ്ട്. ഞാൻ ഈ പരീക്ഷിത വഴി എൻ്റെ ഹൃദയത്തിലിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വചനങ്ങളെ അനുസരിക്കുമോ എന്ന് എനിക്ക് അറിയണം. പിന്നെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിൻ്റെ ദൈവത്തോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന്, നിൻ്റെ ഹൃദയ നിലവാരം എന്താണെന്ന് അറിയാൻ വേണ്ടി കർത്താവ് ചിലരെ അങ്ങനെ ചില വിഷയം കടത്തിവിട്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെയും ചിലരെ പരീക്ഷിപ്പാനായിട്ട് ഒരുക്കിയിരിക്കുക. ഓർക്കുക, കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂല സമയത്തൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്നത്. എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ സ്തോത്രം അറിയാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. കഷ്ടം കടന്നു വരുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, നഷ്ടമുണ്ടാകുമ്പോൾ, ദുരിതമുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് എന്താണ് പറയുന്നത്? ദൈവത്തെ കുറ്റം പറയുകയാണോ? ഇതിനെ പിറുപിറുക്കുകയാണോ? അപ്പോഴറിയാം നമ്മൾ ആരാന്നുള്ളത്. അവരെ പരീക്ഷിപ്പാനായിട്ട് ദൈവം അനുമതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മയും എനിക്ക് ചിലപ്പോൾ പരീക്ഷ വന്നേക്കാം. അതുകൊണ്ട് എല്ലാ സമയത്തും ദൈവത്തെ വാഴ്ത്തുന്നവരായി സ്തുതിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടുന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ടും എടുക്കുകയും ഞങ്ങൾ പുത്രിമാരെ അവർക്ക് പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു. അവിടെ യഹോവയുടെ കോപം ഇസ്രായേൽ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസോപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ
ദിശാദീമിനും വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ ദിശാദീമിനെ 8 സംവത്സരം സേവിച്ചു. ദൈവത്തെ സേവിച്ച് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച് പാലിൽ നിന്ന് ഒഴുകുന്ന കനാൻദേശത്ത് സന്തോഷമായി പറയേണ്ട ജനം ഇപ്പോൾ ശത്രു രാജാവിന് അടിമകളെ തിരികെ. എന്താ കാരണം? അവർ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ട പലരും ദൈവവ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചതിൻ്റെ പേരിൽ ഇന്നും കർഷകരെയും നിന്നിടുന്നതിലായിരിക്കുന്നുണ്ട്. തിരിച്ചു വരുവാൻ ദൈവാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിലേക്ക്, ദൈവവ്യവസ്ഥകളിലേക്ക്, ദൈവപ്രമാണങ്ങളിലേക്ക് മടങ്ങി വരിക. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന് അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ഈ ജനം ഈ പ്രമാണം വിട്ടെല്ലാം പോകുമ്പോഴും അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അവരുടെ കരുണ കാണിച്ച് അവർ രക്ഷകനെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീഴ്ചകളും താഴ്ചകളൊക്കെ സംഭവിക്കാം, കുറ്റബോധവും പാവബോധമൊക്കെ ഉണ്ടാകാം. ആ സമയത്ത് നാം ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മോട് കരുണ കാണിപ്പാനിടയായിത്തീരും, നമ്മെ രക്ഷിപ്പാനിടയായിത്തീരും, നമ്മെ ആശ്വസിപ്പിനിടയായിത്തീരും. അതുകൊണ്ട് വീഴ്ചകളെ പ്രതി തകർന്നിരിക്കാനല്ല, ആ വീഴ്ചകളെ ദിവസം കണ്ടുപിടിച്ച് ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ തീരുമാനത്തോടെ ക്രമേണത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമ്പോഴാകട്ടെ. ഇപ്പോഴിതാ അവരെ ന്യായാധിപനായിട്ട് ഒത്നിയേലിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ അവരെ രക്ഷിച്ചു. അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ യഹോവ മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ ദിശാദൈമിനെ അവൻ്റെ കയ്യിലേൽപ്പിച്ചു. അവൻ കൂശൻ ദിശാദൈമിനെ ജയിച്ച് ദേശത്ത് 40 സംവത്സരം സ്വസ്ഥയുണ്ടായി. ഉണ്ടോ? അവർ വീഴ്ചകൾ സംഭവിച്ചു, അവർ നിലവിളിച്ചു, കർത്തവ്യക്കാരനെ കാണിച്ചു, ഒത്നിയേലിനെ എഴുന്നേൽപ്പിച്ചു. 40 വർഷം സ്വസ്ഥത. ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ സംഭവിച്ച കാര്യം അറിയാവോ? കെനസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. ആ ന്യായപാലകന്റെ കാലഘട്ടം കഴിഞ്ഞു. അതോടുകൂടി ഇവർ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? തിരിച്ചു പോകാൻ തുടങ്ങി. പണ്ടത്തെ ശങ്കരൻ തെങ്ങേൽ തന്നെ എന്ന് പറയുന്ന പോലെ ഇതായി ഇവർ വീണ്ടും തിരിച്ചുപോയി. എന്നിട്ട് ഒരു യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തുകൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമോന്യരെയും അമാലേക്കരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. ഒരു ഈന്തപ്പട്ടണവും കൈവശമാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമിനായ ഗേരയുടെ മകനായി ഇടംകൈനായ യേഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ഒത്നിയേലിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഒത്നിയേലിന് ശേഷമായിട്ട് ഇപ്പോൾ ആര് വന്നു? യഹൂദ് വരികയാണ്. അവരുടെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ കാഴ്ച കൊടുത്തു വെച്ചു. എന്നാൽ യഹൂദ് ഇരുവായത്തിലെയും ഒരു മുഴു നീളവുമുള്ള ഒരു ചുരിക ഉണ്ടാക്കി വസ്ത്രത്തിൻ്റെ ഉള്ളിൽ വലത്തെ തുട കെട്ടി അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുവന്നു. എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവനായിരുന്നു. കാഴ്ച വെച്ച് കഴിഞ്ഞ ശേഷം കാഴ്ച മുന്നോട്ട് പോകുന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിൽ അറിയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന് രാജാവ് എനിക്കൊരു സ്വകാര്യമുണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞു. ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടു പുറത്തുപോയി. യഹൂദ അടുത്ത് ചെന്ന്, എന്നാൽ അവൻ തൻ്റെ ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയപ്പെടുന്നുണ്ടെന്ന് യഹൂദ പറഞ്ഞു. ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാറെ യഹൂദ ഇടം കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവൻ്റെ വയറ്റിൽ കുത്തിക്കടത്തി. അലകോടുകൂടെ പിടിയും അകത്തിയെന്നു. അവൻ്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കായകയാൽ മേധസ് അലകിന്മേൽ പൊതിഞ്ഞ് അടിഞ്ഞു. അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു. പിന്നെ യഹൂദ പൂമുഖത്ത് ഇറങ്ങി മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ പുറത്ത് ഇറങ്ങിപ്പോയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്ന് അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിന് ഇരിക്കുകയായിരിക്കും എന്നവർ പറഞ്ഞു. അവർ കാത്തിരുന്നു, വിഷമിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറക്കായിക്കൊണ്ട് അവർ താക്കോൽ എടുത്ത് തുറന്ന് തമ്പുരാൻ നിലത്ത് മരിച്ചിറങ്ങുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരിക്കുന്നതിനിടയിൽ യഹൂദ ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് ശെയീരിൽ ചെന്ന് ചേർന്നു. അടുത്ത ശേഷം അവൻ എഫ്രയീം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. അവൻ അവർക്ക് നായകനായി. അവനവരോട് എൻ്റെ പിന്നാലെ വരുവീൻ,
ശത്രുക്കളായ മോവാബിനെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവൻ്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോവാബിന് നേരെയുള്ള യോർദാൻ കടവുകൾ പിടിച്ചു. ആരെയും കടപ്പാൻ സമ്മതിച്ചുമില്ല. അവർ ആ സമയം മോവാബിരിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവരെല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു. ഒരുത്തിനും ചാടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥയുണ്ടാകുകയും ചെയ്തു. ഇവിടെ ഇതാ യേഹൂദ് എഴുന്നേറ്റു. യേഹൂദ് മുഖാന്തരമായിട്ട് വീണ്ടും നല്ല കാലഘട്ടത്തിൽ 40 വർഷം സ്വസ്ഥതയാണെങ്കിൽ ഇപ്പോഴത്തെ 80 വർഷം സ്വസ്ഥത. അവൻ്റെ ശേഷം അനാഥൻ്റെ മകനായ ശങ്കർ എഴുന്നേറ്റു. അവനൊരു മുടിങ്കോൽ കൊണ്ട് ഫിലിസ്ത്യരിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. അപ്പോൾ ഒത്നിയേൽ കഴിഞ്ഞു, യേഹൂദ് കഴിഞ്ഞു, ഇപ്പോൾ ശങ്കർ വന്നു. യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായിക്കണ്ടോ? ഇവിടെയൊക്കെ സമയം എന്നാണ്. ഓരോ ന്യായന്മാരുടെ കാലഘട്ടം കഴിയുമ്പോഴും ഇവർ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമാൾ ചെയ്യുകയാണ്. യഹോവരെ ഹസോരിലുമാണ് കാനാന്യ രാജാവായി യാബീന് വിറ്റു കളഞ്ഞു. അവരുടെ സേനാപതി യാതൊരു ഹാരേശത്തിൽ പാർത്തിരുന്ന സീസരയായിരുന്നു. അവരുടെ 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കളെ യഹോവയുടെ നിലവിളിച്ചു. ഇപ്പോൾ അതാണ് ഇവർ വിട്ടുപോയവർ പിന്നെ ദൈവത്തെ നിലവിളിക്കാൻ തുടങ്ങി. ആ കാലത്ത് ലപ്പീദോത്തിൻ്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ഇപ്പോൾ അടുത്തത് ദെബോരയുടെ ഉദയമാണ്. ഇവരെ ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിന് അനിഷ്ടമായി ചെയ്യുന്നു. ദൈവം വരെ ശത്രുക്കളെ ഏൽപ്പിക്കുന്നു. ആ പീഡനം സഹിക്കാൻ അവർ നിലവിളിക്കുന്നു. ദൈവം ഒരു ന്യായപാലകനെ എഴുന്നേൽപ്പിക്കുന്നു, അവരെ വിടുവിക്കുന്നു. ഇതാണ് ഇവരുടെ ചരിത്രം. ന്യായപാലകരുടെ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്ന തുടർമാനമായി വരുന്ന കാലഘട്ടം ഇത് തന്നെയാണ്. അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമായിക്കും ബഥേലിനും മധ്യയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അഭിനോവിൻ്റെ മകനായ ബാരാക്കിനെ കെദശ് നപ്താലിയിൽ നിന്ന് വിളിപ്പിച്ച്, ഇവിടെ നീ പുറപ്പെട്ട താബോർ പർവ്വതത്തിൽ ചെന്ന് നപ്താലിയുടെയും സെബുലൂൻ്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീൻ്റെ സേനാപതി സീസരെയും അവരുടെ രഥങ്ങളെയും സൈന്യത്തെയും കിഷുനോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ദെബോര എഴുന്നേറ്റ് ബാരാക്കിൻ്റെ കൂടെ കേദേശിലേക്ക് പോയി. ബാരാക്ക് സെബുലിനെയും നപ്താലിയെയും കേദേശിൽ വിളിച്ചു കൂട്ടി. അവരുടെ കൂടെ 10,000 പേർ കയറി ചെന്നു. ദെബോരയും കൂടെ കയറി ചെന്നു. എന്നാൽ കേന്യനായ ഹേബേർ മോശയുടെ അളിയൻ ഹോബാബിൻ്റെ മകളായ കെന്യരെ വിട്ടുപിരിഞ്ഞ് കേദേശിനുള്ള സനാനമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. അഭിനോവിൻ്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നുവെന്ന് സീസറയ്ക്ക് അറിവ് കിട്ടി. സീസറ തൻ്റെ 900 ഇരുമ്പ് രഥവുമായി തൻ്റെ എല്ലാ പ്രജനത്തെയും ജാതികളുടെ ഹാരോശത്തിൽ നിന്ന് ഗീശോന്നൂരിനരികെ വിളിച്ചു കൂട്ടി. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ട് ചെല്ലുക, യഹോവ ഇന്ന് സീസറയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവൻ്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് യഹോവ സീസറയെയും അവൻ്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന് മുൻപിൽ വാളിൻ്റെ വായത്തിലയാൽ തോൽപ്പിച്ചു. സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരോശത്ത് വരെ ഓടിച്ച് സീസറയെയും സൈന്യത്തെയും വാളിൻ്റെ വായത്തിലാൽ വീണു. ഒരുത്തിനും ശേഷിച്ചില്ല. എന്നാൽ സീസറെ കാൽനടയായി കെന്യനായ ഹെബേറിൻ്റെ ഭാര്യ യായേലിൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. കെന്യനായ ഹെബേറിൻ്റെ ഗൃഹവും ഹസോരാജാവായി യാബീനും തമ്മിൽ സമാധാനമായിരുന്നു. യായേൽ സീസറയെ എതിരേറ്റു ചെന്ന് അവളുടെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക, യജമാനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറി ചെന്നു. അവൾ അവനെ ഒരു പർവ്വതാനി കൊണ്ട് മൂടി. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറേ വെള്ളം തരണമെന്ന് പറഞ്ഞു. അവൾ പാൽ തുരുത്തി തുറന്ന് കുടിപ്പാൻ കൊടുത്തു. പിന്നെയും അവനെ മൂടി. അവൾ, നീ കൂടാരവാതിക്കൽ നിൽക്കുക, പലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു. അല്ലോ ഹോബേറിൻ്റെ ഭാര്യ യായൽ കൂടാരത്തിൻ്റെ ഒരു കുറ്റി എടുത്ത് കയ്യിൽ ചുറ്റുകയും പിടിച്ച് പതുക്കെ അവൻ്റെ അടുക്കൽ ചെന്ന് കുറ്റി അവൻ്റെ ചെന്നിയിൽ തറച്ചു. നിലത്തി എന്ന് ഉറച്ചു. അവന് ഗാഠനിദ്രയായിരുന്നു. അവൻ ബോധം കിട്ടി മരിച്ചുപോയി. ബാരാക്ക് സീസറയെ തിരിഞ്ഞ് ചെല്ലുമ്പോൾ യായേൽ അവനെ എതിരേറ്റ് അവനോട്, വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സീസറയെ ചെന്നിയിൽ കുറ്റിയുമായി മരിച്ചിരുന്നു കണ്ടു. ഇങ്ങനെ ദൈവം വന്ന് കനാന്യ രാജാവായ യാബിനെ ഇസ്രായേൽ മക്കൾ കീഴടക്കി. ഇസ്രായേൽ മക്കൾ കനാന്യ രാജാവായ യാബിന് മേൽക്കുമേൽ ഭാരമായി തീർന്നു. അന്ന് ദെബോരയും അഭിനോവിൻ്റെ മകനായ ബാരാക്കും പാട്ടുപാടി നിന്നാൽ, നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതും ജനം സ്വമേധാജി സേവിച്ചതിനും യഹോവ വാഴ്ത്തുവീൻ. രാജാക്കന്മാരെ കേൾപ്പീൻ, പ്രഭുക്കന്മാരെ ചെവിതരുവീൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും. ഇസ്രായേലിന് ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവയെ നീ സീരിൽ നിന്ന് പുറപ്പെടുകയിൽ, എദോമിന്റെ ദേശത്ത് കൂടി നീ നടകൊള്ളുകയിൽ, ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചുരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. അനാഥിന് പുത്രനാം ശങ്കരൻ നാളിലും യായിലിൻ കാലത്തും പാതകൾ ശൂന്യമായു, വഴിവക്ര വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോരയായി ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിന് മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം മറ്റുപോയിരുന്നു. അവർ നൂതനദേവന്മാരെ വരിച്ചു. ഗോപുരതാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന് 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. ഇവിടെ ഒരു പ്രത്യേക പദങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ, അവർ നൂതനദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിൻ്റെ 40,000 മധ്യേ പരിചയവും കുന്തവും കണ്ടതേയില്ല. ശത്രു ജയിക്കുവാൻ ആയുധം ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ്? യുദ്ധങ്ങൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു പക്കൽ ഇപ്പോൾ ആയുധമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശത്രുക്കൾ യുദ്ധത്തിന് വരുമ്പോൾ ആയുധമില്ലാത്തവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. ക്രിസ്തു ജീവിതം എന്നുള്ളത് ഒരു പോർക്കളത്തിൻ്റെ അനുഭവമാണ്. ആവശ്യമായ ആയുധങ്ങൾ, സർവായുധവർഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വിജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നിലങ്ങളിലൊക്കെ ആ സർവായുധവർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവയെ കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്ത് വീണ്ടും ആയുധവർഗത്തോടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ശത്രു ജയിക്കാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ധൻവീരന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പക്കൽ എന്തില്ലാതായി തീർന്നൊക്കെയാണ്, ആയുധങ്ങളില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സമേത സൗകരെ യഹോവയെ വാഴ്ത്തുവിൻ. വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ, പ്രധാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ. വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ ഇവിടെ യഹോവയുടെ നീതികളെ, ഇസ്രായേലിന് ഭരണനീതികളെ കതിക്കും. യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിൽ ചെന്ന്, ഉണരുക, ഉണരുക, ദെബോരയെ ഉണരുക, ഉണർന്ന് പാട്ട് പാടുക, എഴുന്നേൽക്ക, ബാരാക്കെ, അഭിനോവമാൽ മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകുക. ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പഠനവും ഇറങ്ങി വന്ന് വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ പേരുള്ളവരും, ബെന്യാമിനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഖീരിൽ നിന്ന് അധിപന്മാരും, സെബുലിൽ നിന്ന് നായകദണ്ഡാധികാരികളും വന്നു. സാക്കർ പ്രഭുക്കന്മാർ ദബോരയുടെ കൂടെ സാക്കർ എന്ന പോലെ ബാരാക്കും താഴ്വരയിലവനോടുകൂടെ ചാടി പുറപ്പെട്ടു. രൂപൻ്റെ നീർച്ചാലകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ആട്ടിൻകൂട്ടം കരികെ കൊള്ളുത്ത് കേൾപ്പാൻ തൊഴുത്തിൽക്കിടയിൽ പാർക്കുന്നത്. രൂപൻ്റെ നീർച്ചാലക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ഗലിയാദ് ജോർദനക്കരെ പാർത്തു. ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത്. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. റൂമോൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബുലൂൻ പ്രാണനത്തെ ജനം. നപ്താലി പോർക്കള മടുകളിൽ തന്നെ. ഓരോരുത്തരും അവരവരുടെ സുഖ സമൃദ്ധിയിലൊക്കെ സന്തോഷിച്ചിരിക്കുമ്പോൾ നപ്താലിയെക്കുറിച്ച് പറയാം. അവനിപ്പോഴും എവിടെയാണ്? പോർക്കള മടുകളിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ സുഖശീതളമയിൽ മങ്ങിക്കിടപ്പാനല്ല, ശത്രുക്കളെ യുദ്ധം ചെയ്തുകൊണ്ട് അവനെ ജയിച്ച് അവൻ പിടിച്ചടക്കിയ ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി അതയപ്പെടുവാനായിട്ട് ഉത്സാഹിപ്പാൻ ഇതിനെ സഹായിക്കുമ്പോഴാകട്ടെ. നാം രക്ഷിക്കപ്പെടുന്നതിൽ മാത്രം അഭിമാനിക്കാതെ, അനേക പ്രിയപ്പെട്ടവർ ഈ സത്യം അറിയേണ്ടവരുണ്ട്, അനേക യേശുവിനെ അനുഗമിക്കേണ്ടവരുണ്ട്. അവരെയും കൂടെ ഓർത്ത് അവരെയും കൂടെ ദൈവത്തിൽ കൊണ്ടുവരാനായിട്ട് ഉത്സാഹിക്കുമ്പോൾ ഒരു ഒരുക്കം നമുക്കുണ്ടാകേണ്ടത് അപേക്ഷിതമാണ്. ഫറാക്കിൽ വെച്ച് നിഹിതകുളത്തിനരികെ കനാന്യ ഭൂപന്മാർ അവന്ന് പൊരുതി. വെള്ളിയങ്ങവർക്ക് കൊള്ളയായില്ല. ആകാശ നക്ഷത്രങ്ങൾ പൊരുതി. വസീൻ സീസരയുമായ സ്വഗതികളിൽ പൊരുതി. കിഷനോട് പുരാതന നദിയാം കിഷനോട് തള്ളി അങ്ങനെ വരെ ഒഴുക്കിക്കൊണ്ടുപോയി. എന്മാനുമേ നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു. വൽഗീതം എന്ന് പറഞ്ഞാൽ വാളെന്നർത്ഥം. ശൂരവൽഗീതം എന്ന് പറഞ്ഞാൽ ശൂരന്മാരെ വാളുകളെന്നർത്ഥം. മേരോസ് നഗരത്തെ ശപിച്ചു കൊള്ളുവീൻ, അതിൽ നിവാസികളെ ഗുരുമായി ശമിപ്പീൻ എന്ന്
യഹോവ ദൂതനരുളി ചെയ്തു, അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്ക് എതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. കെനിനാം ഹേബേരിൽ ഭാര്യാം യായേലോ നാരിജനത്തിൽ അനുഗ്രഹം ലഭിച്ചോൾ. കുടാരവാസി ഈ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൻ ചോദിച്ചു, പാൽ അവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുട്ടിയെടുപ്പാൻ അവൾ കൈനീട്ടി, തൻ്റെ വലങ്കൈ പണിക്കാരെ ചുറ്റിയേക്ക് നീട്ടി. സിസ്രയെ തല്ലി അവിടെ തല തകർത്ത് അവൻ്റെ ചെന്നി കുത്തി തുളച്ചു. അവളെ കാലക്കൽ അവൻ കുനിഞ്ഞു വീണു കിടന്നു. കുഞ്ഞെടുത്തു തന്നെ അവൻ ചത്തു കിടന്നു. സിസ്രയുടെ അമ്മ കിളിവാലോടെ കുനിഞ്ഞു നിന്നു നോക്കിക്കൊണ്ടിരുന്നു. ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞത്, അവൻ്റെ തേർ വരുവാൻ വൈകുന്നത് എന്ത്? ഗതചക്രങ്ങൾക്ക് താമസം എന്ത്? ഞാനും വലിയ നായികമാർ അതിന് ഉത്തരം പറഞ്ഞു. താനും തന്നോട് മറുപടി ആവർത്തിച്ചു, കിട്ടിയ കൊള്ള അവൻ പങ്കിടുകയല്ലയോ? ഓരോ പുരുഷന് 1-2 പെണ്ണുങ്ങൾ, സിസ്രയ്ക്കുള്ള കൊള്ള വിചിത്ര വസ്ത്രം, വിചിത്രതയിലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്രശീല ഇരുണ്ട് കാണും. യഹോവയുടെ ശത്രുക്കളൊക്കെയും ഇവനെ നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവര് സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്ന പോലെ പ്രദേശത്ത് 40 സംവത്സരം സ്വസ്ഥയുണ്ടായി. നമുക്കറിയാം, ഇവിടെ വീണ്ടും ഇവരെ ദൈവപ്രവണം അന്യപ്പെട്ടു പോയതിനാൽ, അകന്നു പോയതിനാൽ ഇവരെ കഷ്ടലാക്കി. എന്നാൽ ദൈവം എഴുന്നേൽക്കുന്നു, അവരെ വിടുവിക്കുന്നു. അവിടെ ഒരു പ്രത്യേക പദം നമ്മൾ വായിച്ചത് 23-ാം വാക്യം, 5-ാമത്തെ തന്നെ 23-ാം വാക്യത്തിലെ, മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവീൻ, അതിന് നിവാസികളെ ഉഗ്രമായി ശപിപ്പീൻ. യഹോവ ദൂതൻ അരുളി ചെയ്തു, അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. ഇവിടെ കണ്ടോ, അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ല. സൈന്യങ്ങളുടെ അധിപതിയായ കർത്താവിന് മനുഷ്യ സഹായം ആവശ്യമില്ല. അതേസമയം നമ്മൾ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഈ തലമുറയിൽ അവന് പരമായ ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ആ ദൗത്യം നിർവഹിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് പലപ്പോഴും നാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ദൈവകോപത്തിന് പാത്രമായി തീരുകയാണ്, ദൈവിക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ തലമുറയിൽ നമ്മളെ കർത്താവ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം? അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എപ്പോഴും ഉത്സാഹികളായിരിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരിക്കലും പിന്മാറി പോകരുത്. അങ്ങനെ നമ്മൾ അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിച്ച് ആ പ്രഭാഷണങ്ങൾ മുഖാന്തരമായി അനേകരെ യേശുവിനെ അറിയുവാനും യേശു വിശ്വസിപ്പാനും യേശു നമ്മൾ വിളിച്ചപേക്ഷിച്ച് രക്ഷപ്രായപ്പനിടയത്തിലും നമുക്ക് ഉത്സാഹിക്കാം. ലഭിക്കുന്ന അവസരങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കുന്നത് സഹായിക്കട്ടെ. നമ്മൾ ഓക്കെയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മളെപ്പോലെ കഷ്ടം വഹിച്ച ഒരുപാട് പ്രിയപ്പെട്ട അപ്പുറത്തുണ്ട്. അവരും കർത്താവായ യേശു സമാധാനമുള്ള ആത്മരക്ഷ പ്രാപിക്കണം, സൗഖ്യം പ്രാപിക്കണം, സമാധാനം പ്രാപിക്കണം, സന്തോഷം പ്രാപിക്കണം. അതിന് അവരോട് ഈ കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഞാൻ കഴിഞ്ഞ സെക്ഷൻ എപ്പോഴും ഓർമ്മിപ്പിച്ച പോലെ എല്ലാവർക്കും പ്രസംഗം കഴിഞ്ഞ് വരികയില്ല. പക്ഷേ ഈ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ പോലും മറ്റുള്ളവർക്ക് എടുക്കാൻ എത്തിയതിലും അങ്ങനെയും നമുക്ക് ലോകസുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമായി മാറും കഴിയും. കരയുന്ന ആളുകൾ കർത്താവിൻ്റെ നാമം ഉയർത്തിക്കൊണ്ട് ജീവിച്ച അനേക യേശുവിൻ്റെ അതേപ്പെടുത്തുവാൻ ദൈവം വലിയ സഹായിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിധങ്ങളിൽ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. അതിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി അനേരെ അതിലേക്ക് അതേപ്പെടുത്തുന്ന സുഖം സഹായിക്കുമ്പോഴാണ്. ഒടുവിൽ കേട്ടതുപോലെ യഹോവയ്ക്ക് തുണയായി നിന്നില്ല എന്ന് ഒരു കൂട്ടരെക്കുറിച്ച് പറയുന്ന പോലെ കർത്താവ് ഞങ്ങൾ അങ്ങനെ ആയിത്തീരാതിരിക്കാനായിട്ട് സുഖം സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നീ അനുഗ്രഹിക്കുമ്പോഴാകണം. പ്രായക്കുന്ന തലമുറയിൽ വരുന്ന ഇടങ്ങളിലൊക്കെ എൻ്റെ നാമത്തെ ഉയർത്തുവാൻ നീ അവരെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം എൻ്റെ ഇതിന് കണ്ടുപിട്ടും കർത്താവ് വരുത്തുമ്പോഴാണമേ. എല്ലാ നിലകളിലും തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ജനത്തെ നീ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശു നാം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനിൽ പങ്കെടുത്ത് നിങ്ങൾ നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെ കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.